ഹലോ ഗായ്സ്, ഹാപ്പി സൺഡേ. സൺഡേ ഈസ് എ ഹോളിഡേ എന്നാണല്ലോ വെപ്പ്. ബട്ട് ഞങ്ങൾക്ക് ഇന്ന് ബിസി ഡേ ആണ്. കാരണം ഇന്ന് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്, സ്റ്റുഡൻസ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ ഇന്ന് ഭയങ്കര ബിസിയാണ്. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള പരിപാടീസിലാണ് ഞങ്ങളിപ്പോൾ. ഇന്ന് മെച്ചൂട്ടൻ കുറച്ച് ജാട ഇടുന്ന ദിവസവും കൂടിയാണ്. ഈ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ പൊങ്ങലുണ്ട് മിച്ചൂട്ടന്. ഇയാള് ജീപ്പും വണ്ടിയും എല്ലായിടത്തും ഓടിച്ച് പാട്ടും ഒക്കെ ഇട്ട് അവരൊക്കെ കാരണം എനിക്കിതൊക്കെ ഉണ്ടെന്ന് അവരെയൊക്കെ ഒന്ന് കാണിക്കണം, അത്രേ ഉള്ളൂ. ആദ്യത്തെ ഷോ ഓഫ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മിച്ചൂട്ടൻ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് കടന്നു. പിന്നെ കുക്കിംഗ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ലോഡ് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം കഴുകി വെച്ചപ്പോഴത്തേക്ക് ഒരു വലിയ ജോലി കഴിഞ്ഞ ഒരു ഫീൽ. കുറച്ച് തെരണ്ടിമയും മേടിച്ച് തലേ ദിവസം തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് പെട്ടെന്ന് അങ്ങ് കറിയാക്കി. അപ്പോഴത്തേക്ക് മിച്ചൂടാൻ ബഹളം തുടങ്ങി. വിശന്നിട്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു മുട്ട പൊരിച്ചു കൊടുത്തു നോക്കി, ബട്ട് അവൻ കഴിക്കുന്നില്ല. അവസാനം പതിവ് പോലെ അത് ഞാൻ തന്നെ കഴിച്ചു. എന്നിട്ട് ഞാൻ അവനെ ഉറക്കാൻ കൊണ്ടുപോയി. ബട്ട് അവൻ ആ കട്ടില് കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടലും ചാടലും മറിയലും. അവസാനം മിഷൻ കംപ്ലീറ്റഡ്. പിന്നെ ഞാൻ വന്നൊരു അവിയലും വെച്ചു, കുറച്ച് പപ്പടം ഇരുന്നത് റെഡിയാക്കി വെച്ചു. ഒന്നുകൂടെ പാത്രം എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് എല്ലാം നീറ്റാക്കി വെച്ചു. അങ്ങനെ ഒരു സൺഡേ പകുതി തീർന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിയെ നോക്കൽ ഇത്രയും പാടുള്ളൊരു പരിപാടിയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ലിറ്ററലി ഞാൻ ഈ ഡയലോഗ് എന്റെ ആന്റിയോടാണ് പറഞ്ഞത്. അപ്പൊ ആന്റി പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഞങ്ങളാരും ഇത്രയും കഷ്ടപ്പെട്ടിട്ടില്ല, ഞങ്ങളുടെ വീട്ടിൽ കുട്ടിയെ നോക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നിഷ ഒറ്റയ്ക്ക് നോക്കുന്നത് കൊണ്ടായിരിക്കും ഇത്രയും പാടായിട്ട് തോന്നുന്നത്. മേ ബി ആയിരിക്കാം. അപ്പോൾ ഞായറാഴ്ചയല്ലേ, ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. ബൈ ബൈ.